നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള പടപ്പുറപ്പാട്. പുടിന്റെ ആത്മാഭിമാനത്തിന് മേലെ കയറി അടിച്ച് യുക്രൈൻ വ്യോമസേന. റഷ്യയുടെ 4 സൈനിക കേന്ദ്രങ്ങൾ കത്തിച്ച് സെലൻസ്കി പടയുടെ പോർവിളി. റഷ്യയുടെ 40 പോർ വിമാനങ്ങൾ അടിച്ചിട്ടെന്നും ദൃശ്യങ്ങളടക്കം പങ്കുവച്ച് യുക്രൈൻ സൈന്യത്തിന്റെ വെല്ലുവിളി. യുദ്ധം ജയിക്കാനാകാത്തതിന്റെ നാണക്കേടിലാണ് ലോകത്തിനു മുന്നിൽ പുടിൻ നിൽക്കുന്നത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും യുക്രൈൻ പിടിക്കുക എന്ന ഒരൊറ്റ ചിന്ത. അതിനെന്ത് തരം ആക്രമണം വേണമെങ്കിലും പുറത്തെടുത്തോളാൻ സൈന്യത്തോട് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്നാൽ റഷ്യയെ തലങ്ങും വിലങ്ങും കയറിയടിച്ച് യുക്രൈൻ പുടിന്റെ വായിൽ വിരലിട്ട് കറക്കുന്നു. റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 40ഓളം റഷ്യൻ വിമാനങ്ങൾ ആക്രമിച്ചതായി റഷ്യൻ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടുകൂടി വീണ്ടും നാണക്കേടിന്റെ വക്കിലാണ് പുടിൻ. ഒലന്യ, ബെലായ വ്യോമത്താവളങ്ങളിൽ യുക്രൈൻ കടുത്ത ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. 40ഓളം റഷ്യൻ യുദ്ധവിമാനങ്ങളെ ആക്രമിച്ചതായി യുക്രൈൻ അവകാശപ്പെടുമ്പോൾ ഇതിലും വലിയ നാണക്കേട് ഇനി റഷ്യയ്ക്ക് വരാനില്ല. കാരണം ആ ആക്രമണങ്ങളെ തടുക്കാൻ പോലും റഷ്യയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നാണക്കേട്. ഞായറാഴ്ച യുക്രൈനിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. റഷ്യയുടെ ആക്രമണത്തിൽ 12 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ യുക്രൈനും കയറി ഒന്നാം തരം അടി കൊടുത്തത്. യുക്രൈനിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ വിന്യസിച്ചിട്ടുള്ള Tu-95, Tu-22 സ്ട്രാറ്റജിക് ബോംബറുകൾ അടക്കം ആക്രമിച്ചതായാണ് യുക്രൈൻ സുരക്ഷാ ഏജൻസികൾ അവകാശപ്പെടുന്നത്. അതേസമയം യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം റഷ്യയിലെ ഗവർണർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒലന്യ വ്യോമത്താവളത്തിന് സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും കനത്ത പുക ഉയരുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുമുണ്ട്. റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലൊന്നാണ് ഒലന്യയിലേത്. ബെലായ വ്യോമത്താവളവും ആക്രമിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഗവർണർ സ്ഥിരീകരിക്കുകയും ചെയ്തു. റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടി അതിന് തക്കതായ തിരിച്ചടി കൊടുക്കാൻ തന്നെയാണ് പുടിൻ ഇപ്പോൾ സൈന്യത്തിന് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ള നീക്കത്തിലേക്ക് റഷ്യൻ സൈന്യം കടന്നു എന്നാണ് വിവരങ്ങൾ. അതായത് യുക്രൈൻ്റെ അതിർത്തികളിലേക്ക് റഷ്യയുടെ ടാങ്കുകൾ ഇരച്ചെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമാത്രമല്ല, ഇപ്പോൾ യുക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ ശക്തമായ നീക്കത്തിനും പുടിൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് അവിടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിച്ച് ആ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ യുക്രൈനിലേക്ക് ആക്രമണം നടത്താനാണ് സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ് റഷ്യൻ സൈന്യത്തിന്. അതായത് യുക്രൈൻ്റെ മേഖലകൾ അത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്താൻ ഇപ്പോൾ റഷ്യയുടെ കൈവശമുള്ള യുക്രൈൻ്റെ ഭാഗങ്ങളിൽ നിന്ന് റഷ്യൻ സൈന്യത്തിന് സാധിക്കും. അതിർത്തിയിലേക്ക് കൂടുതൽ ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട് റഷ്യ. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കരയാക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി റഷ്യയ്ക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്നത് സ്വന്തം പട്ടാളത്തിലെ പലരും പുടിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 3 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ഇതിനോടകം തന്നെ വലിയ ഒരു സൈനിക നഷ്ടം റഷ്യയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. യുക്രൈൻ്റെ ഭാഗത്തും അതുതന്നെയാണ്. നിരവധി സൈനികർ ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് റഷ്യൻ പട്ടാളം എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യത്തിനകത്ത് പുടിന് നേരെ വലിയ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. അതായത് സൈന്യത്തിൻ്റെ കുടുംബാംഗങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പുടിൻ്റെ ഈഗോയും അത്യാർത്തിയുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിപത്തുകൾക്ക് കാരണമെന്നും ഇനിയും യുദ്ധവുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നും ഞങ്ങളുടെ മക്കളെ വേണം എന്നുള്ള മുറവിളികൾ സൈന്യത്തിലെ പലരുടെയും മാതാപിതാക്കൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി പ്രകടനം നടത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം പുടിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എങ്കിലും പുടിന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. പുടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ അടിയറവ് പറയണം, അതാണ് പുടിൻ്റെ ആവശ്യം. എന്നാൽ യുക്രൈനെ പൂർണ്ണമായും അടിയറവ് പറയിക്കാനൊട്ട് പുടിന് കഴിയുന്നതുമില്ല. ഒന്ന് ഓർത്തു നോക്കണം, ലോകത്തിലെ വലിയ സൈനിക ശക്തിയാണ് റഷ്യ, സാമ്പത്തിക ശക്തിയാണ്, അതുപോലെ തന്നെ ആയുധ കരുത്തരുമാണ്. എന്നിട്ട് പോലും യുക്രൈൻ പോലെ ഒരു രാജ്യത്തോട് യുദ്ധം ജയിക്കാൻ 3 വർഷമായിട്ടും
പുടിനും റഷ്യയ്ക്കും കഴിഞ്ഞിട്ടില്ല. വലിയ നാണക്കേടാണുള്ളത്. അതിൻ്റെ കൂടെയാണ് യുക്രൈൻ ഇങ്ങനെ പലതവണ അതിർത്തി കടന്നെത്തി റഷ്യയിൽ വലിയ ആക്രമണങ്ങൾ നടത്തി പുടിന് വീണ്ടും നാണക്കേടുണ്ടാക്കുന്നത്. റഷ്യ യുക്രൈൻ അതിർത്തിയിൽ ട്രെയിൻ പാളം തെറ്റിയിരുന്നു. ഈ സംഭവത്തിൽ യുക്രൈന് നേരെ വിരൽ ചൂണ്ടി റഷ്യ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും വലിയ പോർവിളി നടക്കുന്നതിനിടെയാണ് യുക്രൈൻ ഇപ്പോൾ കയറി അടിച്ചിരിക്കുന്നത്. ട്രെയിൻ അപകടം നടന്നതിൻ്റെ കലിപ്പിൽ യുക്രൈനിൽ ചിലയിടത്ത് റഷ്യ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ട് കൂടിയാണോ യുക്രൈൻ്റെ ഈ തിരിച്ചടി എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ട്രെയിൻ അപകടത്തിന് പിന്നിൽ അട്ടിമറി ആരോപണവുമായി റഷ്യൻ സെനറ്റർ ആൻഡ്രി ക്ലിഷാസ് ആണ് രംഗത്ത് വന്നത്. 7 പേർ കൊല്ലപ്പെട്ട പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയതിന് പിന്നിൽ യുക്രൈൻ്റെ ആസൂത്രണമാണെന്നായിരുന്നു സെനറ്റർ ആരോപിച്ചത്. ബ്രയൻസ് മേഖലയിലെ പാലം തകർന്നതാണ് അപകടത്തിന് കാരണമായത്. പാലം പൊട്ടിത്തെറിച്ചതാണെന്ന പ്രാഥമിക നിഗമനവും ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യൻ സർക്കാരിലെ പലരും ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇതിന് പിന്നിൽ ഈ പാലം തകർക്കുന്നതിന് വേണ്ടി കളിച്ചത് യുക്രൈനാണെന്ന ആരോപണമായിരുന്നു റഷ്യയിൽ നിന്ന് ഉയർന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. 388 യാത്രക്കാരുമായി ക്ലിമോവിൽ നിന്ന് മോസ്കോയിലേക്ക് പോകുന്നതായിരുന്നു ഈ ട്രെയിൻ. അപ്പോഴാണ് അപകടമുണ്ടാകുന്നത്. 66 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഗതാഗത പ്രവർത്തനങ്ങളിൽ നിയമവിരുദ്ധമായ ഇടപെടൽ കാരണമാണ് പാലത്തിൻ്റെ തൂൺ തകർന്നതെന്ന് റഷ്യൻ റെയിൽവേ പറഞ്ഞിരുന്നു. പിന്നീടാണ് ബ്രയാൻസ്ക് ഗവർണർ അലക്സാണ്ടർ ബൊഗോമാസ് ഒരു സ്ഫോടനത്തിൽ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി പ്രസ്താവിച്ചത്. റഷ്യൻ ഫെഡറേഷൻ കൗൺസിൽ അംഗമായ ആൻഡ്രി ക്ലിഷാസ് അട്ടിമറിക്ക് പിന്നിൽ യുക്രൈനാണെന്ന് ഇതോടെ ആരോപണം ഉന്നയിച്ചു. ടെലിഗ്രാമിൽ പങ്കിട്ട പോസ്റ്റിൽ പാലം ആക്രമണവും ട്രെയിൻ പാളം തെറ്റലും യുക്രൈൻ്റെ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത് എന്ന് തെളിയിക്കുന്നുവെന്ന് ഇദ്ദേഹം കുറിപ്പിട്ടു. വളരെ കാലമായി യുക്രൈൻ അതിർത്തികളോ നിയമാനുസൃത അധികാരികളോ നിയമങ്ങളോ ഇല്ലാതെ ഒരു തീവ്രവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും ഇദ്ദേഹം വിമർശിച്ചു. യുക്രൈൻ അതിർത്തിയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കണമെന്നും ക്ലിഷാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഭാവിയിൽ പ്രദേശത്തേക്ക് തീവ്രവാദികൾ പ്രവേശിക്കുന്നത് തടയാൻ പര്യാപ്തമായിരിക്കുമെന്നും ക്ലിഷാസ് പറഞ്ഞു. മെയ് അവസാനം കുർസ്ക് മേഖലയിലേക്കുള്ള യുക്രൈനിയൻ കടന്നുകയറ്റത്തെ സൈന്യം വിജയകരമായി തുരത്തിയതിനു ശേഷം അതിർത്തിയിൽ ഒരു സുരക്ഷാ ബഫർ സോൺ സൃഷ്ടിക്കാൻ റഷ്യ ഉദ്ദേശിക്കുന്നതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷമാണ് പുടിൻ ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അന്ന് യുക്രൈൻ നടത്തുന്ന ദീർഘദൂര ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അതെന്ന് ക്ലിഷാസ് പറഞ്ഞത്. സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുക, അട്ടിമറി സംഭവങ്ങൾ സൃഷ്ടിക്കുക, മുതിർന്ന ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും അഭിപ്രായ നേതാക്കളെയും വധിക്കാൻ ഗൂഢാലോചന നടത്തുക തുടങ്ങിയ കുറ്റങ്ങൾ യുക്രൈൻ ആസൂത്രണം ചെയ്യുന്നതായി റഷ്യ മുൻപും നിരവധി തവണ ആരോപിച്ചിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ട്രെയിൻ കടന്നുപോകുന്ന പാതയിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിയത് യുക്രൈനിൽ നിന്നുള്ള ഒരു സംഘമാണെന്ന ആരോപണം ശക്തമായി തന്നെ ഉന്നയിക്കുകയായിരുന്നു റഷ്യ. ഇതിനുശേഷമായിരുന്നു റഷ്യ യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇപ്പോൾ പിറ്റേ ദിവസം ഇന്നിപ്പോൾ ഞായറാഴ്ച അതിശക്തമായ ഒരു തിരിച്ചടി യുക്രൈനും കൊടുത്തു. 3 വർഷത്തിലധികമായി തുടരുന്ന യുക്രൈൻ സംഘർഷം ഉടൻ അവസാനിക്കും എന്നുള്ള ഒരു സൂചന പുറത്തു വന്നിരുന്നു. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ശാശ്വതമായ വെടിനിർത്തലിലേക്കും ഒടുവിൽ സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിലേക്ക് നയിച്ചേക്കാവുന്ന യുക്രൈനുമായുള്ള നിർദ്ദേശം പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ലോകത്തിനും ഒരു വലിയ ആശ്വാസഘട്ടമായിരുന്നു. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു, യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് വീണ്ടും ഇരു രാജ്യങ്ങളും പരസ്പരം അതിർത്തി കടന്നു കയറി വലിയ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് റഷ്യയുടെ 4 സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇതുകൂടാതെ 40 പോർ വിമാനങ്ങൾ അടിച്ചിട്ടുവെന്നും യുക്രൈൻ വെല്ലുവിളി നടത്തുമ്പോൾ ലോകത്തിനു മുൻപിൽ വീണ്ടും തലകുനിച്ച് നിൽക്കേണ്ടി വരികയാണ് പുടിന്. എങ്ങനെ യുക്രൈനുമായുള്ള യുദ്ധം ജയിക്കാം എന്നുള്ള നീക്കത്തിലേക്കും ശക്തമായ ചർച്ചകളിലേക്കും പുടിൻ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് അതിശക്തമായ മറുപടി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് യുക്രൈനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിർത്തികൾ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ജനങ്ങളെ ബങ്കറുകളിലേക്കും മറ്റും മാറ്റിയിരിക്കുകയുമാണ് യുക്രൈൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.